ഓർമ്മിപ്പിക്കുകയാണ്. ഈ റെയിൽവേ പാലക്കാട് ഒരു ചരിത്ര രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം ഓണക്കാലത്ത് മാവേലിയാണ് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിച്ചു വരേണ്ടത് എങ്കിൽ കേന്ദ്ര സർക്കാർ സത്യത്തിൽ ഇന്ന് കേരളത്തിലേക്ക് വരുന്നത് വാമനന്റെ രൂപത്തിലാണ്. കേരളത്തിന് ചവിട്ടിത്താഴ്ത്തുന്നതിന് വേണ്ടി, കേരളത്തിന്റെ വികസന പദ്ധതികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് കേന്ദ്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം കഴിയാൻ കാത്തു നിൽക്കുകയായിരുന്നു. ആ സമ്മേളനത്തിന് ഇടയിൽ ഇത്തരത്തിൽ കിരാതമായ അന്യായമായ ഒരു തീരുമാനമെടുത്താൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് ദേശീയ തലത്തിൽ അതിന് പ്രാധാന്യമുണ്ടാകും, പിന്തുണ വർദ്ധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ഈ കൊടും ചതി കേരളത്തിലെ ജനങ്ങളോട് ചെയ്തത്. ഇതിൽ യാതൊരു ന്യായീകരണവുമില്ല. മംഗലാപുരം മൈസൂർ സെക്ടറിൽ ഒരാഴ്ചയിൽ ആകെ നടത്തുന്ന ട്രെയിൻ സർവീസ് കേവലം 10 സർവീസുകൾ മാത്രമാണ്. എന്നാൽ കേരളത്തിന്റെ തെക്ക് വടക്ക് ടച്ച് ചെയ്തുകൊണ്ട് എത്രയോ ഡസൻ കണക്കിന് ട്രെയിനുകളാണ്, യാത്രക്കാരെ നിറച്ചുകൊണ്ട് ചരക്ക് വാഹനങ്ങളാണ് ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ റെയിൽവേ വികസനത്തെ ആകെ അട്ടിമറിക്കുന്നതാണ്. കേരളത്തിന്റെ ഒരു ന്യായമായ ആവശ്യം അത് നേടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു നിൽക്കുന്നതാണ് സ്വീകരിക്കേണ്ട നിലപാട് എങ്കിൽ BJP ഇവിടെ കേരളത്തിലെ BJP ഘടകം ചില നേതാക്കന്മാര്, തലശ്ശേരിക്കാരനായ കൃഷ്ണദാസ്, PK കൃഷ്ണദാസ് പരസ്യമായിട്ട് ഈ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വന്നു എന്നതാണ് ഏറെ വേദനാജനകം. അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് മൈസൂർ എന്താ അമേരിക്കയിലാണോ ഇന്ത്യയിലല്ലേ? നീതി അവസാനിപ്പിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇടപെടണം. മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് കത്തയച്ചിട്ടുണ്ട്. കേരള ജനത ഒറ്റക്കെട്ടായി ഈ അന്യായത്തിനെതിരെ പാലക്കാട് ഡിവിഷനോടൊപ്പം മംഗലാപുരം നിലനിർത്തേണ്ട ഏറ്റവും അത്യാവശ്യമാണ്. കൂട്ടിച്ചേർക്കാനല്ല പറയുന്നത്. അങ്ങനെ ഒരു പുതിയ ഡിവിഷൻ ആലോചിക്കാതെ, വേറെ എവിടെയും ഡിവിഷൻ വിഭജിക്കാതെ, ഒരു കാരണവുമില്ലാതെ ഈ പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് കേരളത്തോട് ഇത്രയും ക്രൂരമായ അവഗണന കാണിക്കാനുണ്ടായ ചേതവികാരം എന്താണെന്ന് വെളിപ്പെടുത്താൻ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇവിടെ ചെയ്തിട്ടുണ്ട്, നമ്മൾ സാധാരണ പറയാറുണ്ട്, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നു പറയാം. ഇവിടുത്തെ റെയിൽവേയെ അങ്ങനെ ആക്കുകയാണ്. അതിനേക്കാൾ രൂക്ഷമായ ഭാഷ ഉപയോഗിക്കാനില്ല. ഉണ്ണിത്താൻ MP അവരുടെ പുറത്തും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും വേണ്ടി പ്രിയപ്പെട്ട MP-യെ സ്വാഗതം. നമ്മുടെ സയ്യിദ് അലവി പൂളക്കാട്, നമ്മുടെ നിയോജക മണ്ഡലം ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ സയ്യിദ് അലവിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള കോൺഗ്രസിന്റെ വലിയൊരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കും. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഏത് കാലത്തും